എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്നൊക്കെ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കൊറോണയുടെ കാര്യമോ അതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല, ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് നിങ്ങളുടെ ഒരു സഹായം കൂടി വേണം. ഇത് പറയുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നരുത്. ഞാൻ അന്നന്നത്തെ ജോലി കൊണ്ട് കഴിയുന്നവരോടല്ല ചോദിക്കുന്നത്. എനിക്കറിയാം നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. എല്ലാവർക്കും പരിമിതികളുണ്ട്. പക്ഷെ അതല്ലാതെ എന്തെങ്കിലും കുടുംബത്തെ ബാധിക്കാതെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ കയ്യിലുള്ളവരോട് മാത്രമാണ് ചോദിക്കുന്നത്. ആരെയും ശല്യപ്പെടുത്താനല്ല. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അവളുടെ പേര് രജിത. രജിതയുടെ ഹസ്ബൻഡ് ഗിരീഷ് കഴിഞ്ഞ ദിവസം ഏപ്രിൽ 2-ാം തീയതി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു, നമ്മുടെ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ അതിലൂടെ വരുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ വേറൊരു കാറ് വന്നിടിച്ച് അദ്ദേഹം റോഡിലേക്ക് വീണു. ഓപ്പോസിറ്റ് വന്ന വേറൊരു കാർ അദ്ദേഹത്തിന് മുകളിലൂടെ കയറി ഇറങ്ങിപ്പോയി. ഭാഗ്യത്തിന് ജീവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്പൈനൽ ഇഞ്ചുറി ആയത് കാരണം അദ്ദേഹം ഇനി എഴുന്നേറ്റ് നടക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ റിബ്സ് കുറേ എണ്ണം ഒടിഞ്ഞ് ഉള്ളിലേക്കൊക്കെ മുറിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതുവരെ ഓക്കെ ആയിട്ടില്ല. അവരാണെങ്കിൽ ആകെ ഇപ്പോൾ അദ്ദേഹം ഉള്ളത് ആദ്യം സൺറൈസ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ നിന്ന് നേരെ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുവന്നു. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിലുണ്ട്. ഇന്നലെ വരെ അവരുടെ കയ്യിലുള്ള ബില്ല് 11.5 ലക്ഷം രൂപയാണ്. ഇനിയും ഒരുപാട് പൈസ അവർക്ക് വേണം, അറിയാമല്ലോ. അപ്പോൾ മറ്റ് സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് 11.5 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ടാണ്. കടവും വിലയും ഒക്കെ മേടിച്ച് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും സഹായിക്കുന്നുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞങ്ങളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൊളീഗ്സ് സഹായിക്കുന്നുണ്ട്, ഒരുമിച്ച് പഠിച്ചവർ സഹായിക്കുന്നുണ്ട്. പക്ഷേ അതും പോരാതെ വന്നിരിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് അദ്ദേഹം. അപ്പോൾ എൻ്റെ ഇതിലുള്ള സുഹൃത്തുക്കൾ ആർക്കെങ്കിലും നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്താൽ ഒരു കുടുംബം എഴുന്നേറ്റ് പോരും. ദയവ് ഇതൊന്ന് സഹായിക്കണം. ഞാൻ കൈയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്ന് ചോദിക്കേണ്ടി വന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ട് നമ്പറും, ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടാം. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാർഡും ഞാൻ ഇട്ടേക്കാം. പൂർണ്ണമായിട്ടും വിശ്വാസമായെങ്കിൽ മാത്രം ചെയ്താൽ മതി.